രാഹുൽ ഗാന്ധി വന്നില്ല എന്നുള്ളൊരു പരാതി ഉണ്ടോ ആൾക്കാർക്ക്? വരുന്നില്ല, ഇലക്ഷനായിട്ട് എത്തിയില്ല എന്ന്, അങ്ങനെ എത്താത്തോണ്ടെന്തെങ്കിലും പ്രശ്നമുണ്ടോ രാഹുല്? ജനങ്ങളിങ്ങനെ അഭിപ്രായങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, കടയിൽ വന്നിട്ട് ഇങ്ങനെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുവരെ രാഹുലിനെ കാണുന്നില്ലല്ലോ, രാഹുൽ ഗാന്ധിനെ കാണുന്നില്ലല്ലോ എന്നാണ് പറയുന്നത്. അതിലെന്തെങ്കിലും ഇലക്ഷന് അങ്ങനെ ഒരു ആൾക്കാർക്കൊരു വിരോധമുണ്ടോ? അങ്ങനെ വിരോധമായിട്ട് ആരും പറയുന്നത് കേൾക്കുന്നില്ല, കാണുന്നില്ല. നമ്മളെ രാഹുൽ ഗാന്ധിനെ കാണുന്നില്ല എന്നേ പറയുന്നുള്ളൂ. രാഹുൽ ഗാന്ധി നമ്മളെ മണ്ഡലത്തിൽ തന്നെ ഉണ്ടല്ലോ ഫുൾ ടൈമും. നമ്മൾ അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ അയാൾ ഇവിടെ ഓടിയെത്തുന്നില്ലേ? കഴിഞ്ഞ പ്രാവശ്യം ആന ചവിട്ടിക്കൊന്ന അവിടെയൊക്കെ അയാൾ അറിഞ്ഞ പാടുന്ന തന്നെ എല്ലാ മന്ത്രിമാരും എത്തുന്നതിൻ്റെ മുന്നേ തന്നെ എത്തിയിട്ടുണ്ടല്ലോ. പിന്നെ അയാളൊരു ദേശീയ നേതാവല്ലേ, എല്ലാ സ്ഥലങ്ങളിലും പോകണം, അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണം. എന്തായാലും രാഹുൽ ഗാന്ധി ഇവിടെ നല്ല ഭൂരിപക്ഷത്തോട് തന്നെ വിജയിക്കും. രാഹുൽ ഗാന്ധി കൽപ്പറ്റ വയനാട് നിയോജകമണ്ഡലത്തിലേക്ക് വന്നില്ലെങ്കിലും ഒരു ഏകപക്ഷീയമായ മത്സരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഒന്നാമത് തോൽവി മുന്നിൽ കണ്ടിട്ടാണ് ബാക്കിയുള്ള സ്ഥാനാർത്ഥികളൊക്കെ മത്സരിക്കുന്നത്. അത് ജനത്തിനും അറിയാം. അപ്പോൾ ജനം തോൽക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് എന്തായാലും വോട്ട് ചെയ്യില്ല. അതന്നെ സംശയം. രാഹുൽ ഗാന്ധി ശരിക്കും ഈ വയനാട്ടിൽ വന്ന് മത്സരിക്കാൻ പാടില്ല, കേരളത്തിൽ തന്നെ മത്സരിക്കാൻ പാടില്ല. ഇന്ന് ഈ ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ആനിരാജ ലോക്സഭയിലേക്ക് എത്തിപ്പറേണ്ട കഴിവും തൻ്റെ ഇടവും എല്ലാ രീതിയിലും കൈവള്ളി സ്ഥാനാർത്ഥിയായിരിക്കും. ഇവിടുത്തെ രാഹുൽ ഗാന്ധി ഈസി ആയിട്ട് ജയിക്കും. വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വന്നിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല. എന്തായാലും ഒരു UDF-ൻ്റെ മണ്ഡലമായതുകൊണ്ട് എന്തായാലും ഏത് കോൺഗ്രസ്സുകാരനായാലും ഇവിടെ നിന്നാൽ ജയിക്കും. രാഹുൽ ഗാന്ധിൻ്റെ ഭൂരിപക്ഷം കൂടുകയോ കുറയോ? ഭൂരിപക്ഷം ഇല്ല, കൂടില്ല. മണ്ഡലത്തിൽ മൂപ്പര് വന്നിട്ടില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ, എത്രയോ തവണ അവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന അവർ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇവിടെ അതിൻ്റെ മുറക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു MP സ്ഥാനം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അയാൾക്ക് എല്ലാ കാര്യത്തിലും ഇറങ്ങി വിഷയങ്ങൾ പരിഹരിക്കാൻ പറ്റില്ല. സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയായിട്ട് വന്നു, ആനിരാജ കുറേ ദിവസമായിട്ടുണ്ട്. രാഹുൽ ഗാന്ധി സ്ഥലത്തില്ലാത്തത് ഏതെങ്കിലും രീതിയിൽ സാധ്യതകളെ ബാധിക്കുന്നുണ്ടോ? ഇവർ മൂന്നാളും പറ്റില്ല. ഇവിടെ ഞാൻ പറഞ്ഞത് ആരും വോട്ട് ചെയ്തിരുന്നതാണ്. ഇവിടെ സാധാരണക്കാരനക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. ഇവർ ജയിച്ചങ്ങ് പോകുന്നല്ലാണ്ട് ഇവിടെ എത്ര മൃഗങ്ങൾ, എത്ര മനുഷ്യന്മാർ കൊന്നിട്ടുണ്ട്. ഇവിടെ ആർക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ? ആദ്യം അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറയും ഇവരോട്.